വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ കുറച്ച് കൂടുതൽ സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ആണ്. നമ്മൾ എൻ്റെ ഫാമിലിയുടെ കൂടെ കൊച്ചി ടു അതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാനാണ് പോകുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് ടൈം ആട്ടോ അതിരപ്പള്ളി വാട്ടർഫോൾസ് കാണുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും എടുക്കുന്ന ഒരു നോർമൽ റൂട്ടല്ല, ചാലക്കുടി വഴിയുള്ള റൂട്ടല്ല എടുക്കുന്നത്. നമ്മൾ അങ്കമാലിയിൽ നിന്ന് മൂക്കന്നൂർ വഴി ഏഴാറ്റുമുഖം അവിടെ നിന്നാണ് നമ്മൾ അതിരപ്പള്ളിക്ക് പോകുന്നത്. അപ്പോൾ ഈ പോകാൻ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോറസ്റ്റ് റൂട്ടാണെന്നാണ് ഞാൻ കേട്ടേക്കണത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങളെല്ലാവരും. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഈ റൂട്ട് എടുത്താൽ ഭയങ്കര സീനിക്കാണെന്നാണ് പറയുന്നത്. അതും ഭാഗ്യമുണ്ടെങ്കിൽ ആനേനൊക്കെ റൂട്ടിൽ കാണാൻ പറ്റുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്, വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. സോ യാ, പിന്നെ ഈ പോകുന്ന വഴി ഇസ് വെരി ഗുഡ്. റോഡ്സ് ഒക്കെ നല്ല കണ്ടീഷനിലാണ് ആൻഡ് വെരി സീനിക്. രണ്ട് സൈഡിലും ഒരുപാട് കാഴ്ചകളുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് എത്തി. ഇവിടെ നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്, പേര്, വണ്ടിയുടെ നമ്പറൊക്കെ കൊടുക്കണം. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ നിറച്ചും പനകളാണ്. ഈ പാം എസ്റ്റേറ്റ് വരുന്നത് കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ അടിയിൽ വരുന്നതാണ്. ആൻഡ് ഈ പനകളിൽ നിന്നാണ് അവർ ഓയിൽ എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ആനകളെയൊക്കെ കാണാൻ സാധിക്കും. ഞങ്ങളിപ്പോൾ ഈ പോകുന്ന ഒരു വൈകുന്നേരം ഒരു ടൈം ആയതുകൊണ്ട് ഞങ്ങൾ നോക്കുമായിരുന്നു വരും കാണാൻ പറ്റുമെന്ന്. ദൂരത്ത് നമുക്കൊരു വ്യൂ കിട്ടി ഒരു ആനയുടെ. അപ്പം ഞാൻ കുറച്ച് സൂം ചെയ്തിട്ട് വണ്ടി പയ്യൊന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടാണ് ആ വ്യൂ എടുത്തത്. രണ്ട് ആനകളുണ്ടായിരുന്നു. ഒരു കൊമ്പനെയാണ് എനിക്ക് കണ്ടത്. അപ്പോൾ അവർ ഈ പന മറിച്ചിട്ടിട്ട് അതിൻ്റെ തടിയാണ് അവർ കഴിക്കുന്നത്. അപ്പം ഞങ്ങൾ ഒത്തിരി നേരം അവിടെ നിർത്തിയില്ല, വേഗം അവിടെ നിന്ന് വിട്ടു. ഇതേപോലെ ഒരുപാട് എലിഫന്റ് സൈറ്റിങ്സ് ഒക്കെ ഈ റൂട്ട് പോയാൽ കിട്ടും കേട്ടോ. ഇവിടെയാണ് ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ഏഴാറ്റുമുഖത്തിന്റെ പ്രകൃതി ഗ്രാമം ഉള്ളത്. അപ്പൊ നമ്മൾ അവിടെ നിർത്തുന്നില്ല, നമ്മൾ ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട്. അപ്പൊ ഇവിടെ നിന്ന് തൊട്ട് നമ്മുടെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എസ്റ്റേറ്റ് തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ റോഡ് ഇച്ചിരി മോശമാണ്, കുറെ കട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ വഴി വരികയാണെങ്കിൽ ഭയങ്കര വ്യൂ ആണ്, അത്രയും സീനിക്കാണ്, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വഴി വരുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഒരുപാട് പൈനാപ്പിൾ കൃഷി ആ റൈറ്റ് സൈഡിലുണ്ട്. അവിടെയൊക്കെ ഇലക്ട്രിക് ഫെൻസസ് ഉണ്ട്, കാരണം ആന വരുന്നതുകൊണ്ട് മൊത്തം ഇലക്ട്രിക് ഫെൻസസ് ആണ് ഇവിടെ ഉള്ളത്. അതേപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു പുഴ പോകുന്നതും കാണാം. ഇത് ചാലക്കുടി പുഴയാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ അങ്കമാലി, മൂക്കന്നൂർ, അതിരപ്പള്ളിക്കൊക്കെ ഒരു കണക്ടിവിറ്റി വന്നത് തന്നെ ഈ വെട്ടിലപ്പാറ എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജ് വന്ന പിന്നെയാണ്. അതേപോലെ കുറച്ച് മുന്നോട്ട് ഈ ബ്രിഡ്ജ് എൻഡ് ചെയ്യുന്നത് കുറച്ച് മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റ് പോകുമ്പോഴാണ് കേരളത്തിലെ വൺ ഓഫ് ദ ഫസ്റ്റ് അമ്യൂസ്മെന്റ് പാർക്സ് ആയ സിൽവർ സ്റ്റോൺ പാർക്കൊക്കെ ഉള്ളത്. നമ്മൾ ഈ ബ്രിഡ്ജിന്റെ സൈഡിലൊന്നും പാർക്കിംഗ് ഒന്നുമില്ല കേട്ടോ, അപ്പോൾ നമുക്ക് അവിടെ നിർത്താനൊന്നും പറ്റത്തില്ല. ഇവിടുന്ന് ഒരു 11 കിലോമീറ്റേഴ്സും കൂടിയാണ് കാണിക്കുന്നത് അതിരപ്പള്ളി വാട്ടർഫോൾസിലേക്ക്. ഇപ്പോൾ പോണ വഴിക്ക് നമുക്ക് വ്യൂ പോയിന്റ് ഒക്കെ കാണാം കേട്ടോ. അത് നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ്സ് എടുക്കണം, എൻട്രി ടിക്കറ്റ്സ്. അപ്പോൾ അഡൾട്ട്സിന് എൻട്രി ടിക്കറ്റ് വരുന്നത് 50 റുപ്പീസും കിഡ്സിന് വരുന്നത് 15 റുപ്പീസും ആണ്. അതും 5 o'clock വരെ ഉള്ളൂ. അപ്പോൾ 5 o'clock ഇവിടെ എൻട്രി ക്ലോസ് ആവും. എനിക്കൊരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്ക് തീരെയില്ല. അപ്പോൾ എന്തായാലും ക്യാഷ് ആയിട്ട് കയ്യിൽ വെച്ചോളോ പൈസ. GPay ചെയ്യാന്നൊക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ നെറ്റ്വർക്ക് കിട്ടണമെന്നില്ല. ഞങ്ങൾ കറക്റ്റ് 5 ആയി ഇവിടെ എത്തിയപ്പോൾ, കാരണം പാർക്കിങ്ങിനൊക്കെ കുറച്ച് കൂടുതൽ ടൈം എടുത്തു, നല്ല തിരക്കായിരുന്നു. ഭാഗ്യത്തിനാണ് ടിക്കറ്റ്സും കിട്ടിയത്. അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് നടക്കാനുണ്ട്. നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആട്ടോ ഇവിടെയൊക്കെ. ഈ പാത്ത് ആണെങ്കിലും ഒരു സൈഡിൽ കല്ലാണ്, മറ്റു സൈഡിൽ ഇങ്ങനെ നിരപ്പായിട്ടാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇച്ചിരി നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അമ്മ നടുക്കോടെയാണ് നടന്നത്. പിന്നെ അതേപോലെ ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്, ഡ്രസ് ചേഞ്ചിങ് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചായക്കട ഒക്കെ ഉണ്ട്. എനിക്ക് കുറച്ച് ചെറുതായിട്ടൊക്കെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ ഒച്ച കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് റൈറ്റിലേക്ക് താഴേക്കൊരു വഴിയുണ്ട്. അവിടെ 5 വരെയാണ് അവിടെ എൻട്രി ഉള്ളൂ. അങ്ങോട്ട് പോയാൽ നമുക്ക് വാട്ടർഫോൾസിന്റെ താഴത്ത് നിന്നുള്ളൊരു വ്യൂ കിട്ടും. അതേപോലെ അവിടെ കുളിക്കാനൊക്കെ പറ്റും വെള്ളച്ചാട്ടത്തിന്റെ അവിടെ. പക്ഷേ ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് 5 ആയതുകൊണ്ട് നമുക്ക് ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് ഈ മേളിൽ നിന്നുള്ള വ്യൂ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഇങ്ങനെ കുറച്ച് പാറയുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ പയ്യെ താഴോട്ട് ഇറങ്ങണം, എന്നാലാണ് നമുക്ക് ആ മറ്റേ വെള്ളം ചാടുന്നതൊക്കെ കാണാൻ പറ്റുക. അപ്പോൾ അപ്പയും അമ്മയും വന്നില്ല, കാരണം അവർക്ക് ഇച്ചിരി പേടിയായിരുന്നു ഇവിടെ തെന്നുമോ വീഴുമോ എന്നൊക്കെ. അപ്പം ഞാനും മനുവും അപ്പവും കൂടെയാണ് ഇവിടെ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയത് വ്യൂ കാണാനായിട്ട്. അപ്പം ഇങ്ങനെ പിടിച്ച് ഇറങ്ങാനുള്ളൊരു സംവിധാനമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം പയ്യെ നോക്കി ഇറങ്ങണം, കാരണം തെന്നാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അതാ മോളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഒന്നും പറയാനില്ല, ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ശരിക്കും ഈ വാട്ടർഫോൾസിൻ്റെയൊക്കെ ട്രൂ ഭംഗി അറിയണമെങ്കിൽ നമ്മൾ ഈ മോൺസൂൺ ടൈമിൽ തന്നെ വരണം, എന്നാലും അത് ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ.
നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും ഇറങ്ങാനുള്ള പെർമിഷനൊന്നുമില്ല കേട്ടോ. അവിടെ ഗാർഡ്സ് ഉണ്ട്, അപ്പോൾ അവർ വാച്ച് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഒരു 5:30 ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അവർ വിസിലൂതാൻ തുടങ്ങും. നമുക്ക് മുകളിലോട്ട് കയറണം. ഇവിടെ ഒത്തിരി കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അവർ നമ്മളൊന്നും ചെയ്യത്തൊന്നുമില്ല. അതേപോലെ ഇവിടെ വേസ്റ്റ്, പ്ലാസ്റ്റിക്സ് ഒന്നും ലിറ്റർ ചെയ്യാൻ സമ്മതിക്കത്തില്ല, അതിനൊക്കെ ഫൈനുണ്ട്. നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി പോണ വഴിയാണ് നമ്മൾ അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ വ്യൂ പോയിന്റ് വരുന്നത്. അപ്പം അതും കൂടി ഇന്ന് കാണാം. അപ്പയ്ക്കും അമ്മയ്ക്കും വയ്യാത്തതുകൊണ്ടും കൂടെ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പം നമുക്ക് ഫോൾസിൻ്റെ വ്യൂ കാണിക്കാം. ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വന്ന വഴി പോകാൻ പറ്റില്ല, അതായത് ഏഴാട്ടുമുഖം ആ റൂട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ചാലക്കുടി റൂട്ടാണ്. പോകുന്ന വഴിക്കാണ് ഈ ചായ തട്ടുകട കണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ നിർത്തിയിട്ടോ. അങ്ങനെ അതിരപ്പള്ളി വാട്ടർഫോൾസ് ഒക്കെ കണ്ടു. ഞങ്ങളോട് ചായ കുടിക്കാൻ കയറിയേക്കാട്ടോ. ആക്ച്വലി ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. പിന്നെ അവർ പറയായിരുന്നു ഇവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട്, അപ്പോൾ കുറച്ച് നേരത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. പിന്നെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ആനയൊക്കെ വരുന്ന പറഞ്ഞോ. ഇച്ചിരി ഇരുട്ടായി തുടങ്ങി. അപ്പൊ വരുന്ന വഴിക്ക് ഇങ്ങനെ റോഡ് സൈഡിൽ കണ്ട ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഇതാണ്. നിങ്ങൾ അതിരപ്പള്ളി വരികയാണെങ്കിൽ എന്തായാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ചാർപ്പ വാട്ടർഫോൾസ്, അതേപോലെ തന്നെ വാഴച്ചാല്, അതേപോലെ നമ്മൾ ഏഴാറ്റുമുഖം വന്ന റൂട്ടിൽ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, ഏഴാറ്റുമുഖം ആ വില്ലേജ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ മിസ്സാക്കല്ലേ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കവർ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അടുത്തൊരു ട്രിപ്പിൽ. അപ്പോൾ എൻ്റെ ഈ ഒരു കുട്ടി ഫാമിലി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ ഈ വീഡിയോയുടെ അടിയിൽ ഒരു ലൈക്കും കൂടെ കൊടുക്കണേ. അപ്പോൾ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.